കോഫി കാരമൽ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് വെച്ച് കേക്ക് ഉണ്ടാക്കുന്നത് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ പറഞ്ഞു തരാം. ചൂടായ പാനിലോട്ടേക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു ബൗളിലോട്ടേക്ക് മുട്ടയും വാനില എസൻസും ഉപ്പും കൂടെ ചേർത്ത് നന്നായി ബീറ്റ് ചെയ്ത് പതഞ്ഞ് വരുമ്പോൾ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത ശേഷം ഓയിൽ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസും നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കോഫി ഡയറി മിക്സും കൂടെ ചേർത്തിട്ട് നല്ല ബോൾഡ് ഫോൾഡ് ചെയ്തെടുത്തിട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ടിന്നിൽ ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ബേക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കാം. ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീമിലോട്ടേക്ക് കോഫി പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. കൂടെ തന്നെ കേക്ക് സോക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സിറപ്പും കൂടെ നമുക്ക് റെഡിയാക്കി എടുക്കാം. കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് ആദ്യത്തെ ലെയർ വെച്ച് കൊടുത്തിട്ട് സോക്ക് ചെയ്തതിന് ശേഷം ക്രീം വെച്ച് സ്പ്രെഡ് ചെയ്തു. അതിന് മുകളിലായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന കാരമലിൻ്റെ ആ ഒരു സോസ് ഉണ്ടല്ലോ, അത് വെച്ച് കൊടുത്തു. അതിന് മുകളിലായിട്ട് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂസും ആൽമണ്ടും ഇട്ട് കൊടുത്തു. പിന്നെ അടുത്ത ലെയർ വെച്ച് കൊടുത്തു. അങ്ങനെ 3 ലെയറായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന കേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ക്രം കോട്ട് ചെയ്ത ശേഷം ½ ആൻ അവർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതൊന്ന് സെറ്റായതിന് ശേഷമാണ് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. ആദ്യം ഞാൻ ഈ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഡിസൈൻ കൊടുത്തപ്പോൾ എനിക്ക് ആ ഒരു നട്ടി ബബിളിൻ്റെ ഒക്കെ ഒരു ഡിസൈനാണ് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ മാറ്റിയിട്ട് ഒഴിച്ച് വെച്ചിരിക്കുന്ന കാരമലൊക്കെ എല്ലാം കൂടെ സ്പ്രെഡ് ചെയ്തിട്ട് ഈ ഒരു ഡിസൈനാക്കി എടുത്തു. അപ്പോൾ വീഡിയോ സേവ് ചെയ്ത് വെച്ചോ, മറക്കാതെ ട്രൈ ചെയ്ത് നോക്കിക്കോ. കോഫി കാരമൽ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് വെച്ച് കേക്ക് ഉണ്ടാക്കുന്നത് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ പറഞ്ഞു തരാം. ചൂടായ പാനിലോട്ടേക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു ബൗളിലോട്ടേക്ക് മുട്ടയും വാനില എസൻസും ഉപ്പും കൂടെ ചേർത്ത് നന്നായി ബീറ്റ് ചെയ്ത് പതഞ്ഞ് വരുമ്പോൾ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത ശേഷം ഓയിൽ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസും നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കോഫി ഡയറി മിക്സും കൂടെ ചേർത്തിട്ട് നല്ല ബോൾഡ് ഫോൾഡ് ചെയ്തെടുത്തിട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ടിന്നിൽ ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ബേക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കാം. ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീമിലോട്ടേക്ക് കോഫി പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. കൂടെ തന്നെ കേക്ക് സോക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സിറപ്പും കൂടെ നമുക്ക് റെഡിയാക്കി എടുക്കാം. കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് ആദ്യത്തെ ലെയർ വെച്ച് കൊടുത്തിട്ട് സോക്ക് ചെയ്തതിന് ശേഷം ക്രീം വെച്ച് സ്പ്രെഡ് ചെയ്തു. അതിന് മുകളിലായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന കാരമലിൻ്റെ ആ ഒരു സോസ് ഉണ്ടല്ലോ, അത് വെച്ച് കൊടുത്തു. അതിന് മുകളിലായിട്ട് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂസും ആൽമണ്ടും ഇട്ട് കൊടുത്തു. പിന്നെ അടുത്ത ലെയർ വെച്ച് കൊടുത്തു. അങ്ങനെ 3 ലെയറായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന കേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ക്രം കോട്ട് ചെയ്ത ശേഷം ½ ആൻ അവർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതൊന്ന് സെറ്റായതിന് ശേഷമാണ് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. ആദ്യം ഞാൻ ഈ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഡിസൈൻ കൊടുത്തപ്പോൾ എനിക്ക് ആ ഒരു നട്ടി ബബിളിൻ്റെ ഒക്കെ ഒരു ഡിസൈനാണ് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ മാറ്റിയിട്ട് ഒഴിച്ച് വെച്ചിരിക്കുന്ന കാരമലൊക്കെ എല്ലാം കൂടെ സ്പ്രെഡ് ചെയ്തിട്ട് ഈ ഒരു ഡിസൈനാക്കി എടുത്തു. അപ്പോൾ വീഡിയോ സേവ് ചെയ്ത് വെച്ചോ, മറക്കാതെ ട്രൈ ചെയ്ത് നോക്കിക്കോ.